എൻ്റെ പേര് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ ഇവിടെ SUT ഹോസ്പിറ്റൽ പട്ടത്ത് വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ തലവനായി വർക്ക് ചെയ്യുന്നു. ഇതിനു മുമ്പായി 35 വർഷത്തോളം ഞാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഞാനിപ്പോൾ SUTയിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ജീവിതശൈലി രോഗങ്ങൾ, അവ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ നമുക്ക് അതിനെ തടസ്സപ്പെടുത്തി നിർത്താം, എങ്ങനെ നമുക്കത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം എന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഒരു 30, 40, 50 വയസ്സാവുന്ന അതിനുശേഷമാണ് ഈ കൂടുതലും ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വരുന്നത്. സാധാരണയായി ശുദ്ധരക്തക്കുഴലുകളും അശുദ്ധ രക്തക്കുഴലുമാണ് നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം നിയന്ത്രിക്കുന്നത്. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുകൾ. ഈ ജീവിതശൈലികളിൽ ഭൂരിഭാഗവും വരുന്നത് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അംശം ശുദ്ധരക്തക്കുഴലുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന് അതുവഴിയുള്ള രക്തോട്ടം ഓരോ അവയവങ്ങൾക്കും ഓരോ കശേരുവിനും, അതായത് തലച്ചോറ്, ഹൃദയം, കാലുകളിലേക്ക്, വൃക്കകളിലേക്ക്, കുടലിലേക്ക് എന്ന് വേണ്ട ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും, എല്ലാ ടിഷ്യൂസിനും, എല്ലാ സെല്ലുകൾക്കും ശുദ്ധരക്തം ആവശ്യമാണ്. ആ ശുദ്ധരക്തക്കുഴലിനാണ് ഈ കൊഴുപ്പിൻ്റെ അംശം വന്ന് തടസ്സം വരികയും അതിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് പ്ലാക്ക് എന്ന് പറയും. കൊഴുപ്പ് വന്നിട്ടുള്ള ഒരു പ്ലാക്ക്. അത് തന്നെ 2 തരത്തിലുണ്ട്. അതിൽ കണ്ടമാനം കൊഴുപ്പിൻ്റെ അംശം കൂടുതലായാൽ അതിലെ ടെൻഷൻ കൂടി അത് പൊട്ടാനും അത് രക്തത്തിൽ കലർന്ന് ആ രക്തക്കുഴലിൻ്റെ ആ കശേരുവിൻ്റെ അറ്റത്ത് ചെന്ന് രക്തോട്ടം തടസ്സം വരാനും പറ്റും. അങ്ങനെയാണ് നമുക്ക് പക്ഷാഘാതം ഉണ്ടാകുന്നത്, കാലിലേക്ക് പോകുന്ന രക്തോട്ടം കുറവുണ്ടാകുന്നത്, ഹൃദയത്തിലേക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും. ഇതിനുള്ള കാരണങ്ങൾ പൊതുവെ പറയുകയാണെങ്കിൽ 2 നോൺ മോഡിഫയബിൾ കാരണങ്ങളുണ്ട്. നോൺ മോഡിഫയബിൾ എന്ന് വെച്ചാൽ നമുക്കത് മാറ്റം വരുത്താൻ പറ്റാത്തവ. ഒന്ന് പ്രായമാവുന്നത്, 60, 65 വയസ്സ്. അത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രായം കൂടിക്കൊണ്ടേരും. പിന്നൊന്ന് ജെൻഡർ റിലേറ്റഡ്, അതായത് ആണുങ്ങളിലാണ് 10 പേരിൽ നോക്കിയാൽ 8 or 9 പേർക്ക് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് ആണുങ്ങളിലാണ്. ഇത് രണ്ടും നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് 60 or 65 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അവരുടെ ആ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ ബെനിഫിറ്റും ഇല്ലാത്ത അവസ്ഥയിൽ അവർക്കും ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടാവാം. വിശിഷ്യ ഷുഗറിൻ്റെ അംശം, പ്രമേഹം വന്ന് ഡയബറ്റിക് ഫുട്ട് എന്ന് പറഞ്ഞ ഒരു പ്രയാസമുള്ള ഒരു അസുഖമാണ്. നമുക്ക് നടക്കുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞുകൊണ്ടുള്ളത്. സ്ത്രീകൾക്ക് 65 വയസ്സിന് മീതെ പല അസുഖങ്ങൾ വരാം. വിശിഷ്യ ഡയബറ്റിക് ഫുട്ട്, അതായത് പ്രമേഹം കൊണ്ട് കാലിലേക്കുള്ള രക്തോട്ടം കുറയുന്നത്. അപ്പോൾ അതുകൂടാതെ പുകവലി, പ്രമേഹം, അമിതമായ രക്തസമ്മർദ്ദം, പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കുക, വളരെ കുറവ് നമ്മൾ അധ്വാനിക്കുക, നടക്കുക കൂടെ ചെയ്യാതിരുന്നാൽ, ഇതെല്ലാം കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ അത്രോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ് കൊഴുപ്പിൻ്റെ അംശം ശുദ്ധരക്തക്കുഴൽ തടസ്സം വന്ന് അതാത് അവയവങ്ങൾക്ക്, അതിൽ കൂടുതലായിട്ടുള്ളത് 3 അവയവങ്ങളുടെ കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന് പക്ഷാഘാതം ഉണ്ടാക്കാൻ പറ്റുന്ന കരോട്ടിഡ് ആർട്ടറി, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിന് തടസ്സം വരിക, ഹൃദയത്തിലേക്ക് പോകുന്ന കൊറോണറി ആർട്ടറിയിലേക്ക് തടസ്സം വരിക, അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തോട്ടം കുറയുക. ഇത് 3ഉം ഒരേ അളവിൽ തന്നെയല്ല, പല അളവിലും നമുക്ക് 60-65 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ്. ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന പുകവലി, പ്രമേഹത്തിൻ്റെ അളവ് ചികിത്സ കൊണ്ടും ഭക്ഷണം കൊണ്ടും നടന്നും എക്സസൈസ് ചെയ്തും കുറയ്ക്കുക, ബ്ലഡ് പ്രഷർ, അമിതമായ രക്തസമ്മർദ്ദമുള്ളപ്പോൾ അതിന് മരുന്ന് കഴിക്കുക, പിന്നെ കുറച്ചെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ അളവ് ഒരു 40-45 വയസ്സ്, പ്രത്യേകിച്ചും 50 വയസ്സിന് മേൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് തീർച്ചയായിട്ടും കുറയ്ക്കണം. സാധാരണഗതികളിൽ പകുതി ഭക്ഷണമേ വേണ്ടൂ. കുറച്ചെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും ആഴ്ചയിൽ 4-5 ദിവസം നമുക്ക് ഏതെങ്കിലും തരത്തിൽ നടക്കുകയോ ട്രെഡ്മിൽ ഓടുകയോ ക്രോസ് ട്രെയിനർ നടക്കുകയോ അങ്ങനെ ചെയ്ത് ചെറിയ തോതിലെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം.
അപ്പോൾ മിതമായ ആഹാരം, മിതമായിട്ടെങ്കിലും വ്യായാമം, ഇതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത്, നമുക്ക് നടക്കാൻ പറ്റുവാണെങ്കിൽ വാക്ക് എ മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ. ഈ ഒരു ഐഡിയ, ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ക്ലീഷ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഫ് യു ക്യാൻ വാക്ക് എ മൈൽ, ദാറ്റ് മീൻസ് യുവർ ഹെൽത്ത് ഇസ് ഗുഡ് ആൻഡ് ഓൾ സിസ്റ്റംസ് ആർ ഗുഡ്. സോ വാക്ക് എ മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ. അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരളവിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനും സുഗമമായി ജീവിക്കുവാനും നമുക്ക് പറ്റും. താങ്ക് യു വെരി മച്ച്.